വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് പതിവ് പോലെ തന്നെ ഞാനും അനന്തും ജസ്റ്റ് ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണ്. ആ ടൈമിലാണ് അങ്ങ് ദൂരെ വഞ്ചിയിൽ എന്തൊക്കെയോ ആൾക്കാർ ചെയ്യുന്നത് കണ്ടത്. അപ്പോൾ അതെന്താണെന്നൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പോണ പോക്കാണ്. സംഭവം വേറെ ഒന്നുമല്ല, അവർ വലയിട്ടിട്ട് മീനെ പിടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇപ്പോൾ പുഴയിലധികം കക്കയില്ല, എരുന്താണെന്നാണ് പറഞ്ഞു കേട്ടത്. എരുന്തും കക്കയും ഏറെക്കുറെ സെയിം പോലെ തന്നെയാണ്. എരുന്താണെങ്കിൽ വൈറ്റ് കളർ ഷെല്ലായിരിക്കും, കക്കയാണെങ്കിൽ ബ്ലാക്ക് കളറായിരിക്കും. ഒരിടയ്ക്ക് നല്ല രീതിക്ക് കക്കയുണ്ടായിരുന്നു, ദൂരെ നിന്നൊക്കെ ആളുകൾ വന്ന് എടുത്തുകൊണ്ട് പോവുമായിരുന്നു. ഇപ്പോൾ കക്കയ്ക്ക് പകരം എരുന്താണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ കടൽക്കാക്കകളൊക്കെ ഒത്തിരി വന്ന് ഇരിപ്പുണ്ട് ഇതിനെ കഴിക്കാനായിട്ട്. അങ്ങനെ വഞ്ചിയുടെ അടുത്തൊക്കെ പോയിട്ട് അവരെടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് തിരിച്ചു വരുവാണ്. ഇപ്പോൾ വേലിയേറ്റമാണ്, അതുകൊണ്ടാണ് ഈ ഒരു സൈഡിലേക്ക് വെള്ളം ഒഴുകുന്നത്. ഇന്ന് തന്നെ ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾക്ക് ഞങ്ങളുടെ തറവാട്ടിലേക്കൊന്ന് പോകണം. അനന്തും ഉള്ളതുകൊണ്ട് തന്നെ ഞാനും അമ്മയും അനന്തും കൂടെയാണ് പോണത്. ഇപ്പം അങ്ങോട്ടേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. അവിടെ ഇന്നൊരു പൂജയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ 3 പേരും കൂടെ ഈവനിങ് ആയപ്പോൾ കുളിച്ച് മാറ്റി റെഡിയായിട്ട് അങ്ങോട്ടേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. നടന്നു വരാനുള്ള ദൂരമേ ഉള്ളൂ, പക്ഷേ ഈ ഒരു സമയത്ത് അത്രയും ദൂരം നടക്കണ്ടല്ലോ എന്ന് ഓർത്താണ് കാറിൽ വന്നത്. ഇവിടെ പൂജയുടെ ഒരുക്കങ്ങളൊക്കെ നടന്നിട്ടുണ്ട്, പ്രാർത്ഥന കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്കതിൻ്റെ ഒത്തിരി ക്ലിപ്പിങ്സ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇത് പിറ്റേ ദിവസം കാലത്ത് ഞാൻ റെഡിയായിരിക്കുകയാണ്. ഇന്ന് സ്കാനിങ്ങിൻ്റെ ദിവസമാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അനന്തു ഇത്തവണ 3-4 ദിവസം വീട്ടിലുണ്ടായിരുന്നെന്ന്. വേറൊന്നുമല്ല, സ്കാനിങ് ആയിരുന്നു മെയിൻ ഉദ്ദേശം. അപ്പോൾ ഇന്ന് ഞങ്ങളിതാ അങ്ങോട്ടേക്ക് പോകാൻ നിൽക്കുവാണ്. ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആയതിനു ശേഷം ഫസ്റ്റ് സ്കാനിങ് ആണ്. ഞാനും ഏട്ടനും അമ്മയും അനന്തവും കൂടെയാണ് പോയത്. നേരെ ഇതാ സ്കാനിങ് ഒക്കെ കഴിഞ്ഞു. ഇനി തിരിച്ച് ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ്. എന്നെ കാണിക്കുന്ന ഹോസ്പിറ്റലിൽ സ്കാനിങ്ങിനുള്ള ഫെസിലിറ്റി ഉണ്ടെങ്കിലും ഇപ്പോൾ ഡോക്ടർ ലോങ് ലീവ് ആയതുകൊണ്ട് വേറൊരു സ്ഥലത്തുനിന്ന് വേണ്ടി വന്നു സ്കാനിങ് ചെയ്യാനായിട്ട്. വെയിലും ചൂടും ഒരു രക്ഷയും ഇല്ല. പുറത്തോട്ടൊക്കെ നോക്കുമ്പോൾ പൊള്ളുന്ന തീ പോലെയുള്ള വെയിലും ചൂടുമാണ്. മാസത്തിലൊരിക്കൽ കുറച്ച് ആളുകളെയും മനുഷ്യന്മാരെയൊക്കെ കാണുന്നത് ഞാൻ ഇതുപോലെ സ്കാനിങ്ങിനോ ഹോസ്പിറ്റലിലോട്ടോ ഒക്കെ വരുമ്പോഴാണ്. ഇവിടെ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് സ്കാനിങ്ങിന് പോണത്. 2-3 തവണ കൺസൾട്ടിങ്ങിനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. സ്കാനിങ്ങിനാണ് വന്നതെങ്കിലും ഞാൻ നല്ല ഹാപ്പി ആയിരുന്നു. വേറൊന്നുമല്ല, പുറത്തിറങ്ങാലോ. ഇത് പുതിയങ്ങാടി നേർച്ച നടക്കുന്ന സ്ഥലമാണ്. അത്യാവശ്യം നല്ല രീതിക്ക് ഫേമസ് ആണ്. കഴിഞ്ഞ തവണ ഒരു ആനയൊക്കെ ഇടഞ്ഞ് അത്യാവശ്യം വൈറലായൊരു വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു. ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്ന ഒരു സ്ഥലം തന്നെ ആയിരിക്കും. സ്കാനിങ് സെൻറ്ററും ഹോസ്പിറ്റലും തമ്മിൽ വലിയ ഡിഫറൻസ് ഒന്നുമില്ല. എന്നാലും ഡോക്ടർ 3 മണി വരെയായിരുന്നു അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. ഒരു 12 മണിയോട് കൂടെയൊക്കെ ഞങ്ങളുടെ സ്കാനിങ് കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് എന്നെ കാണിക്കുന്ന ഹോസ്പിറ്റലിലോട്ട് നേരത്തെ വരികയാണ്. ഞാൻ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ആലത്തിയൂർ IMCHലാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നെ ഇങ്ങോട്ട് മാറ്റി കാണിച്ചതിന് ശേഷം അനന്തുവിന് അങ്ങനെ ഡോക്ടറെ മീറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാനും അച്ഛനും അമ്മയും കൂടെ ആയിരുന്നു ഇത്രയും ദിവസം ഡോക്ടറിനെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ ഇത്തവണ ഒരു 3-4 ദിവസം വീട്ടിലുള്ളതുകൊണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് പോകാമെന്ന് ആൾ മനഃപൂർവ്വം ലീവ് എടുത്തിട്ട് നിന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ഞങ്ങൾ 4 പേരും കൂടെയാണ് വന്നത്. അച്ഛനുണ്ടായിരുന്നില്ല. ഞാനും ഏട്ടനും അനന്തും അമ്മയും കൂടെയാണ് വന്നത്. ഈ ഒരു ഹോസ്പിറ്റൽ കാഴ്ച നിങ്ങൾക്ക് പുതുമയല്ലാന്ന് എനിക്കറിയാം. കാരണം ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഇട്ടേക്കുന്ന വീഡിയോസിലെല്ലാം ഈ ഹോസ്പിറ്റൽ ഞാൻ സ്ഥിരമായിട്ട് കാണിക്കാറുണ്ട്. കാരണം ഈ ഒരു ടൈമിലാണ് ഞാൻ പുറത്തിറങ്ങുന്നത്. ഇത്തവണ ഞാൻ നേരത്തെ തന്നെ അപ്പോയിൻമെൻ്റ് ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ചധികം പേഷ്യൻസ് ഉണ്ടായിരുന്നു. എന്നാലും പെട്ടെന്ന് തന്നെ കയറി ഡോക്ടറെ കാണാനൊക്കെ പറ്റി. ഇനി കുറച്ച് ടാബ്ലറ്റ്സും കാര്യങ്ങളും വാങ്ങിക്കാനുണ്ട്. അങ്ങനെ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത പർപ്പസ് എന്ന് പറയുന്നത് ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. എപ്പോൾ ഹോസ്പിറ്റലിൽ വന്നാലും ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ടാണ് പോവാറ്. അങ്ങനെ ഇന്നൊരു ബിരിയാണിയും കഴിച്ചു. ഹോസ്പിറ്റൽ കോമ്പൗണ്ടിൽ തന്നെ ഒത്തിരി ചാമ്പമരമുണ്ട്, നിറയെ കായകളുണ്ട്. അവിടുന്ന് ഒരു 2 ചാമ്പയും പറിച്ച് ഇനി നേരെ വീട്ടിലേക്ക് പോവുകയാണ്. വന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നെക്സ്റ്റ് കൺസൾട്ടിങ് ഡേ ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. കാരണം അധിക നേരം അവിടെ നിന്ന് കഴിഞ്ഞാൽ ഏട്ടനും അനന്തനും പോകാനുള്ളതാണ് ഇന്ന് തന്നെ. അതൊരു ബുദ്ധിമുട്ടാവും. വീട്ടിലെത്തി കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും ഏട്ടൻ തിരിച്ചു പോയിട്ടുണ്ട്. അനന്തു ഓൾറെഡി KSRTC ബസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഈവനിങ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ടൈം അവന് വീട്ടിൽ റെസ്റ്റ് എടുക്കാനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഫുഡ് കഴിച്ച് അങ്ങനെ വന്നതായതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് നല്ല വെയിലും ചൂടും ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബസ് ഈവനിങ് ബുക്ക് ചെയ്തതുകൊണ്ട് തന്നെ കുറച്ച് ടൈം വെയിലാറുന്നവരെയും ഒക്കെ ഒന്ന് റെസ്റ്റ് എടുക്കാനുള്ളൊരു സമയം അനന്തുവിന് കിട്ടി. ഏട്ടൻ അപ്പം തന്നെ വീട്ടിലെത്തി ഒരു 10-15 മിനിറ്റിനകം തന്നെ തിരിച്ചു പോയിട്ടുണ്ട്. വേറെ എന്തൊക്കെയോ കാര്യങ്ങളും ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളിതാ വീട്ടിലെത്തി. 2-3 ദിവസം വീട്ടിലൊക്കെ നിന്ന് തിരിച്ചു പോകുമ്പോൾ നമുക്കൊരു ചെറിയ വിഷമമാണല്ലോ. ഇനി എന്തായാലും നെക്സ്റ്റ് കൺസൾട്ടിങ് ഡേൻ്റെ ആ ഒരു ടൈമിലാവുമ്പോഴേക്കും ആൾ വരും.
എങ്കിലും ഇനി കുറച്ച് ദിവസം നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടും മിസ്സിങ്ങൊക്കെ ഇനി അങ്ങോട്ട് ഉണ്ടാവും. പറഞ്ഞ പോലെ തന്നെ സമയമൊക്കെ എത്ര പെട്ടെന്നാണ് പോണത്. അവന് പോകാനുള്ള സമയമായിട്ടുണ്ട്. അങ്ങനെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ, ടാറ്റ.